ഈ വീക്കിലെ നോമിനേഷനെ കുറിച്ച് അക്ബറിനോടാണ് ലാലേട്ടൻ ആദ്യം ചോദിക്കുന്നത്. ലാലേട്ടൻ, എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നതിലും ഏറ്റവും സന്തോഷം എനിക്ക് അതാണ്. കാരണം ബിഗ് ബോസിനോട് എനിക്കുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ 5 ഇരട്ടി എനിക്ക് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ അതെന്താണ്? അത് ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പ് ചേർന്ന് എന്നെയും നെവിനെയും എന്തായാലും 5ഉം 6ഉം വോട്ടും തന്ന് നോമിനേഷനിൽ ഇടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ആദില പെട്ടെന്ന് എണീറ്റ് പറഞ്ഞ്, ശരിയാണ് ലാലേട്ടാ, കാരണം ഇവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇവർക്ക് തന്നെ അറിയാം, ഇവരത് നേരത്തെ തന്നെ മനസ്സിലാക്കി ഞങ്ങൾ ഇവരെ തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് അക്ബർ പറയുന്നു. അപ്പം ലാലേട്ടൻ പറയുന്നത്, ഷാനവാസിൻ്റെ അഭിപ്രായം എന്താ, നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തോ? ഒന്ന് അതല്ല ലാലേട്ടാ, ഇവിടെ കഴിഞ്ഞ വീക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഇവർ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും നോമിനേഷനിൽ ആ പ്രശ്നങ്ങളല്ലേ ചൂണ്ടിക്കാണിക്കത്തുള്ളൂ എല്ലാവരും. അപ്പോൾ എല്ലാവരും അവരെ തന്നെ നോമിനേറ്റ് ചെയ്യും, അല്ലാതെ ഇവിടെ ആലോചിച്ചോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നത്, എല്ലാവരും കൂടെ ഗ്രൂപ്പ് ചേർന്ന് ഞങ്ങളെ തന്നെ പുറത്താക്കാനുള്ള പരിപാടിയായിരുന്നെന്ന് പറഞ്ഞപ്പം അനീഷിനോട് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞു, ഞാനും ഇവരെ തന്നെ നോമിനേറ്റ് ചെയ്യാനിരുന്നതാണ്, കാരണം ഇവരെ അതിനു മാത്രം പ്രശ്നങ്ങളാണ് അക്ബറും നെവിനും ആര്യനും കൂടെ ഉണ്ടാക്കിയത്. ഞാൻ ആരുടെയും ഗ്രൂപ്പ് ചേർന്നിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ലാലേട്ട ഞാനത് തീരുമാനിച്ചത്. ഞാൻ ഇതുവരെ ആരോടും ഇന്നവരെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല, ആരും എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ കേൾക്കത്തുമില്ല. എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ നോമിനേഷൻ ചെയ്യത്തുള്ളൂ ലാലേട്ട എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, അപ്പോൾ ഇവിടെ പരസ്പരം ചർച്ചയിലൂടെയൊക്കെയാണോ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യുന്നത്? അതെനിക്കറിയില്ല എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്തിനാന്ന് പറയുന്നു. അപ്പോൾ അനിമോളോട് ചോദിക്കുന്നത്. അപ്പോൾ അനിമോൾ പറയുന്നത്, ലാലേട്ട തീർച്ചയായും ഞങ്ങൾ ഇവരെ നോമിനേറ്റ് ചെയ്യത്തുള്ളൂ, ഇവർ തമ്മിൽ ഉള്ള ആ പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കാതെ അങ്ങനെ കിടക്കുവാണ്, ഓപ്പൺ നോമിനേഷൻ വന്നതുകൊണ്ട് നല്ല കാര്യമാണ്. പക്ഷേ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവരെ 2 പേരെയും നോമിനേറ്റ് ചെയ്യും, ഇവർ 2 പേരും പുറത്തു പോകുമെന്ന് ബിഗ് ബോസിന് അറിയാം. അപ്പോൾ ഇവരെ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷൻ തന്നതെന്ന് പറയുന്നത്. ഇത് കേട്ട് ബിഗ് ബോസ് തന്നെ ആകെ ഇതായി കാണും. അപ്പോൾ ലാലേട്ടനും ചിരിക്കുന്നുണ്ട് കാണികളെ നോക്കി. അപ്പോൾ അക്ബർ എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനിമോൾ പറയണ, നിങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കി, അപ്പോൾ ഞങ്ങളെല്ലാം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളെന്തായാലും പുറത്തു പോകുമല്ലോ, അത് നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓപ്പൺ നോമിനേഷൻ ബിഗ് ബോസ് വെച്ചതെന്ന് അക്ബറിനോട് വന്നു. അപ്പോൾ അക്ബർ ചിരിക്കുന്നു.